തുടർച്ചയായി 5 ദിവസം നീണ്ടുനിന്ന വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് ഇന്ന് ഇൻഡെക്സ് 22,500 താഴെ 22,419 ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി ഇന്ന് 0.61% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1,102 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1,093 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. അമേരിക്കയുടെ Q1 GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്നതും അമേരിക്കയുടെ തന്നെ പേഴ്സണൽ കൺസപ്ഷൻ ഇൻഡെക്സിലുണ്ടായ സഡൻ സർജിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഈ രണ്ട് ഡേറ്റയും ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനത്തെ വൈകിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രകടമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായ 22,500 തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ വരും ദിവസങ്ങളിലെയും ക്രൂഷ്യൽ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 22,300 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം NBFC സെക്ടറിലെയും ബാങ്കിംഗ് സെക്ടറിലെയും സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ ഏറ്റവും അധികം കാണാൻ സാധിച്ചത്. NBFC സെക്ടറിലെ ബജാജ് ഫിനാൻസ് 7.73% ഇടിയുകയും ബജാജ് ഫിൻസർവ് 3.6% ഇടിയുകയും ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.08% ഇടിയുകയും ചെയ്തു. അതേസമയം IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ടെക് മഹീന്ദ്ര 7.70%, LTI മാൻട്രി 3.35%, വിപ്രോ 0.81% ഉയർന്നു. ഇന്ന് ഇന്ത്യ വിക്സ് 1.82% ഉയർന്ന് 10.93 എന്ന ലെവലിലേക്ക് എത്തുകയും ഗോൾഡ് ഫ്യൂച്ചർ 0.69% ഉയരുകയും ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.39% ഉയർന്ന് $89.36 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ US ഡോളർ ഫ്യൂച്ചർ ഇൻഡെക്സ് 0.10% ഉയർന്ന് 105.56 എന്ന ലെവലിലേക്ക് എത്തി. മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചിട്ടും ഇന്ന് ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും അവിടെ നമ്മൾക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാൻ സാധിക്കും. എന്നാൽ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് റെഡ്യൂസ് ചെയ്തതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ആയിരുന്നു ഇന്ന് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഈ മാർക്കറ്റ് റിയാക്ഷൻ സ്റ്റോക്കിനെ 7% ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ സ്ലൈറ്റ് ഡിക്ലൈൻ വരുമെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ലേറ്റസ്റ്റ് കോൺഫറൻസ് കോളിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടൈം ഗ്രോത്ത് ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും ഇടിവ് വരാൻ സാധ്യതയുണ്ട്. 21 മുതൽ 23% വരെയുള്ള ലോങ് ടൈം ഗ്രോത്ത് ഗൈഡൻസ് ആയിരുന്നു മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. അത് ഈ കോളിൽ 19%ത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. കമ്പനികളുടെ പെർഫോമൻസിനെയും പ്രോഫിറ്റിനെയും പ്രധാനമായും നിർണ്ണയിക്കുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെയും ഗ്രോത്ത് ഫോർകാസ്റ്റ് 30 മുതൽ 40 ബേസിസ് പോയിൻ്റ് ഇടിഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഇടിയുന്നതിൻ്റെ അർത്ഥം വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ്. കൂടാതെ ബജാജ് ഫിനാൻസ് എന്ന കമ്പനിയുടെ ബിസിനസ്സിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചില റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇ-കോം, ഇൻസ്റ്റാ EMI കാർഡ് വഴിയുള്ള പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ഫ്രഷ് ലോൺ നൽകാൻ ബജാജ് ഫിനാൻസിന് ഇപ്പോൾ അനുവാദമില്ല. ഇത് കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും പ്രകടമാണ്. B2C സെഗ്മെൻറ്റിൽ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഗോൾഡ് ലോൺ വഴിയുള്ള ഗ്രോത്തിൽ 25%-ഓളം ഇടിവ് വന്നിട്ടുണ്ട്. കമ്പനി ഈ പ്രോബ്ലത്തെ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ന്യൂ കാർ ഫിനാൻസ്, ട്രാക്ടർ ഫിനാൻസ് തുടങ്ങിയ സെക്യൂർഡ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്ത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ലോൺ ലോസിലും വർധന ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഫിനാൻസ് എന്ന കമ്പനിക്ക് 53%-ഓളം പ്രൊവിഷൻ ഉയർത്തേണ്ടതായി വന്നു. ഈ പ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആണെങ്കിലും 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് മാനേജ്മെൻറ്റ് മോശമായി നൽകിയതിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിന് ബ്രോക്കേഴ്സ് നൽകുന്ന ഔട്ട്ലുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ AMG പറയുന്നത് ലോങ് ടൈം റേഞ്ച് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലോങ് റേഞ്ച് സ്ട്രാറ്റജി മികച്ചതാണ് ബജാജ് ഫിനാൻസിൻ്റേത്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും നമ്മൾക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാൻ സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ AMG ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 9,000 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. റെലീഗർ എന്ന ബ്രോക്കിംഗ് ഏജൻസിയും ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 8,861 കോടി രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. 2024 മുതൽ 26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 26% CAGR-ഉം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 25% CAGR-ഉമാണ് റെലീഗർ എന്ന ബ്രോക്കേജ് ഏജൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റെലീഗർ 8,861 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസിയാണ് ബജാജ് ഫിനാൻസിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും അല്ലെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് ബൈയിൽ നിന്നും ന്യൂട്രൽ എന്ന സ്റ്റേറ്റിലേക്ക് മാറുകയും 7,800 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്.
ഇവിടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇപ്പോഴും ഹെൽത്തി ലെവലാണ്. 24-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 25% CAGR കൂടിയുള്ള വളർച്ചയും റിട്ടേൺ ഓൺ അസറ്റിൽ 4.3%, റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ 22% വളർച്ചയും പ്രതീക്ഷിക്കാമെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. എന്നിട്ടും മോത്തിലാൽ ഒസ്വാൾ 7,800 രൂപയുടെ ടാർഗറ്റാണ് ബജാജ് ഫിനാൻസിന് നൽകിയത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് 6,729 ട്രേഡ് ചെയ്യുന്നു. 6,500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. മുമ്പ് സ്റ്റോക്ക് 8,200 നിന്നും ഇടിഞ്ഞപ്പോഴും 6,250, 6,500 തുടങ്ങിയ സോണിൽ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 6,500, 6,250 തുടങ്ങിയ സോൺ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കുകയും ഇവിടെ സ്റ്റോക്കിൻ്റെ അക്കുമുലേഷൻ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇന്ന് ബജാജ് ഫിനാൻസ് പോലെ തന്നെ ഇടിഞ്ഞ രണ്ടാമത്തെ സ്റ്റോക്കാണ് LTTS എന്ന സ്റ്റോക്ക്. LTTS 7% ഇടിഞ്ഞ് 4,816 ക്ലോസിംഗ് നൽകി. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.17. LTTSൻ്റെയും മോശം ക്വാർട്ടർലി റിസൾട്ടിൻ്റെയും കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ എബിറ്റ മാർജിൻ ഗൈഡൻസ് 18% നിന്നും 16% ഇടിഞ്ഞേക്കും എന്നുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,000 കോടിയിൽ നിന്നും 1,300 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും LTTS എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഇടിവ് കാണാൻ സാധിച്ചു. ഒന്ന്, ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. രണ്ടാമത്തേത് 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എബിറ്റ മാർജിൻ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തന്നെ റെഡ്യൂസ് ചെയ്തു. ഈ ന്യൂസുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് LTTS എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ LTTS എന്ന സ്റ്റോക്കിൽ നമ്മൾക്കൊരു ബ്രേക്ക് ഡൗൺ കാണാൻ സാധിക്കുകയും ചെയ്തു. സ്റ്റോക്ക് ഇതുവരെ ഫോളോ ചെയ്തു വന്ന അപ്വേർഡ് ട്രെൻഡ് അവസാനിപ്പിക്കുകയും അപ്വേർഡ് ട്രെൻഡിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചന നൽകിക്കൊണ്ട് ബ്രേക്ക് ഡൗൺ വരികയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4,200 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്